അടുത്ത ഒരു കാറ്റഗറിയിലേക്ക് പോകണം. ഹോം സ്റ്റൈൽ ബെസ്റ്റ് ഫിലിം എന്നുള്ള ഒരു അവാർഡിലേക്കാണ് പോകുന്നത്. ജേക്കബിന്റെ സ്വർഗരാജ്യം. അതിന് വേണ്ടി ഈ ഒരു അവാർഡ് വാങ്ങാൻ വിനീത് ശ്രീനിവാസനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ്. വിനീത് ശ്രീനിവാസൻ, ഒരു സാധാരണ പ്രവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങളും സന്തോഷങ്ങളും വളരെ ഭംഗിയായി അത് സംവിധാനം ചെയ്ത് നമ്മളുടെ മുന്നിൽ കാഴ്ചവെച്ച വിനീതിനും സംഘത്തിനും ഉള്ളൊരു കൈയടി നമുക്ക് കൊടുക്കാം അല്ലേ? I request Vijay to hand over the trophy to Vineet. I request Vaikam Shakir to please hand over the certificate. Actually, we're very, very lucky. നമ്മളുടെ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ ജെറി ആയിട്ട് അഭിനയിച്ച ഗ്രെഗറി എവിടെ? Where is Gregory? Gregory, we're so excited. So this is നിങ്ങളുടെ there's something അല്ലേ, ഒരു magical bond ഉണ്ട് ഇവിടെ. So who won? കഴിഞ്ഞ വർഷം 16th ഞങ്ങൾ ജേക്കബിൻ്റെ സ്വർഗരാജ്യം, നവംബർ 16th ജേക്കബിൻ്റെ സ്വർഗരാജ്യം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ എത്തുന്നത്. നവംബർ 20 ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. 18 ഞങ്ങളുടെ ഫുൾ ക്രൂ ജോയിൻ ചെയ്തിട്ട് ഷൂട്ടിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഫൈനൽ ഡിസ്കഷൻ നടക്കുന്നത് നവംബർ 18 കൃത്യം ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് ഈ അവാർഡ് വാങ്ങുന്നത് ഭയങ്കര ഒരു സർപ്രൈസായിട്ട് തോന്നുന്നു. ഇവിടുത്തെ മലയാളികളോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം ഞാനിവിടെ സിനിമ കാണുന്നതുകൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ സിനിമയ്ക്ക് ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരുപാട് ലൊക്കേഷൻസ് സംഘടിപ്പിക്കാനും ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യാനും ഒരുപാട് പേര് ഞങ്ങളിവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദുബായിലും ഷാർജയിലും പല പല ആളുകൾ ഞങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ ഈ സിനിമ ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ നാടിനെ സ്നേഹിക്കുന്ന, സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ മലയാളികളെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിലെ ജെറി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ എൻ്റെ സുഹൃത്ത് ഗ്രെഗിനെ കണ്ട് എഴുതിയതാണ്. അപ്പോൾ അവന് ഈ സ്റ്റേജിൽ, ഈ സിനിമയ്ക്ക് കിട്ടുന്ന ആദ്യത്തെ അംഗീകാരമാണ് ഈ സ്റ്റേജിൽ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ കൂടെ അവനുള്ളത് എനിക്ക് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരെയും പ്രിയപ്പെട്ട ഫിലിം മേക്കറായ രാജേഷ് പിള്ളയ്ക്ക് ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. Gregory, I mean, to be an inspiration for a film, it's a big thing. And ആ സിനിമ ഇത്രയും വലിയൊരു ഹിറ്റായി മാറി പ്രേക്ഷകർ അത് നെഞ്ചിലേറ്റി. It means a lot to you and your family, I'm sure, അല്ലേ? Because it shows a lot in the film, being a family. Thank you very much. ഇതിൽ എനിക്ക് ഒരു റോളും ഇല്ല. നല്ലവണ്ണം അവൻ പടം എടുത്തു, നല്ലവണ്ണം ആ പടം വിജയിച്ചു, അതുകൊണ്ട് ആ പടം നന്നായി. ബട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. എന്നെപ്പറ്റി ഞാനൊരു പടം എടുത്തായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും വിജയിക്കത്തില്ല. ബട്ട് ഇഫ് യു ലെറ്റ് ഗോഡ് ഡു ഇറ്റ്, he will take it much higher than you expected. ഒരിക്കലും ഞാൻ എന്നെപ്പറ്റി ഒരു പടം എടുത്താൽ പോലും വരത്തില്ല. സോ ഐ താങ്ക് മൈ ഡിയർ ഫ്രണ്ട്. ഞാൻ രാവിലെയും കൂടി ചോദിച്ചു അവനോട്, എന്തിനാണ് ഈ പടം എടുത്തത്? നമുക്ക് വേറെ എന്തൊക്കെയോ സബ്ജക്ട്സ് ഉണ്ടായിരുന്നു, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ബട്ട് വൈ ദിസ്? ബട്ട് സം തിങ്സ് ഹാവ് നോ ആൻസർ. വെൻ ഗോഡ് ഡിസൈഡ്സ് ടു ഡു ഇറ്റ്, he will just do it. So no fight is finished until you give up. Don't give up.